അന്വേഷിക്കപ്പെടാത്ത ഓരോ കൊലപാതകവും ഓരോ മനുഷ്യന്റെയും ജീവിത സുരക്ഷയിൽ നിന്ന് ചിലത് നഷ്ടപ്പെടുത്തുന്നുണ്ട്. അഭയ എന്ന കന്യാസ്ത്രീയുടെ ദുരൂഹമരണം കേരളത്തിന്റെ സുരക്ഷയിൽ നിന്ന് ചിലത് കവർന്നെടുക്കാനും മലയാളിയുടെ മനസാക്ഷിയെ വേദനിപ്പിക്കാനും തുടങ്ങിയിട്ട് 16 വർഷങ്ങളാവുന്നു. രക്തം കൊണ്ട് വരഞ്ഞിട്ട അഭയ എന്ന ചോദ്യചിഹ്നത്തെ കേരളം വല്ലപ്പോഴും കാണുന്ന പത്രവാർത്തയായി മറന്നു തുടങ്ങിയതുമാണ്. നീതിനിഷേധത്തിന്റെ ഈ ഭൂമികയിലേക്കാണ് അഭയാകൊല കേസിലെ പ്രതികളുമായി CBI പെട്ടെന്നൊരു ദിവസം പ്രത്യക്ഷരാവുന്നത്. വിലങ്ങുകൾക്കുള്ളിൽ വൈദികരെയും കന്യാസ്ത്രീകളെയും കണ്ട കേരളം ലജ്ജയോടെ മുഖം താഴ്ത്തുന്നു. അഭയ കേസിന്റെ നാണം കെട്ട നാൾ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നത് കുറ്റാന്വേഷണ ചരിത്രത്തിലെ നട്ടലില്ലായ്മയുടെ 16 വർഷങ്ങളാണ്. കൊലപാതകം ആത്മഹത്യയാക്കുന്ന ആ മറിമായം, പ്രത്യേക സാങ്കേതിക വിദ്യ കേരളം കണ്ട് കുളിരണിഞ്ഞു. നിങ്ങൾക്ക് മലയാളം ടൈപ്പ് റൈറ്റിംഗ് അറിയാമല്ലോ? അറിയാമെന്നോ? സിസ്റ്റർ കൊച്ചിന് അങ്ങനെ പലതും അറിയാം. അത് താൻ തന്റെ മാളത്തിലേക്ക് വിളിച്ചു വരുത്തി നിർത്തി വെച്ച് പരീക്ഷിച്ച് നോക്കണ്ട. വാട്ടിക്കളഞ്ഞോട് റാവുത്തരേ താൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സിസ്റ്ററെ, മനസ്സിൽ ഒന്നും വെച്ചേക്കല്ലേ. നൊവേനയ്ക്ക് പ്രാർത്ഥിക്കാൻ മുട്ടുമേ നിൽക്കുമ്പോ എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി മുട്ടിപ്പായിട്ടൊന്ന് കേഴണേ. ഇവര് വിളിച്ചാ കർത്താവ് വേഗം കേൾക്കും. മണവാട്ടിമാരല്ലേ? പിന്നെ സിസ്റ്റർ പോയട്ടെ. ആ സിസ്റ്ററെ, ഇയാൾ എന്നേലും പേപ്പറിൽ ഒപ്പിടിച്ചു വാങ്ങിച്ചായിരുന്നു? ഇല്ല. ശരി. താൻ സ്പോട്ടിൽ പോയല്ലേ? പോയിരുന്നു സർ. കണ്ടിട്ട് എന്നാ തോന്നി? ഇറ്റ് വാസ് എ കോൾഡ് ബ്ലഡഡ് മർഡർ എന്ന് തന്നോട് ആര് ഒഴിഞ്ഞു? ആരും മൊഴിയാതെ തന്നെ മനസ്സിലാക്കാനുള്ള സെൻസ് എനിക്കുണ്ട് സർ. മിനിമം കോമൺ സെൻസ് ഓഫ് ആൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. കോമൺ സെൻസ് ക്രാപ്പ്. എടോ, സൂയിസൈഡ് ആണോ മർഡർ ആണോ എന്നറിയാതെ താൻ എന്നാത്തിന്റെ പേരിലാണ് മഠത്തിലെ സിസ്റ്റർമാരെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? ദേ, തട്ടറിഞ്ഞ് വേഷം കെട്ടിയില്ലേ അത്ര പൂശി മയ്യപ്പെട്ടി കിടക്കേണ്ടി വരും. പിന്നൊരു കാര്യം, മേലിൽ എന്റെ അനുവാദം അല്ലാതെ മടത്തിന്ന് ആരെ വിളിപ്പിക്കാനോ ക്വസ്റ്റ്യൻ ചെയ്യാനോ പാടില്ല. മനസ്സിലായോടോ? സർ. 1992 മാർച്ച് 26 കോട്ടയം പയസ്റ്റൻ കോൺവെന്റിൽ രാത്രി. ആ രാത്രിയിൽ കന്യാസ്ത്രീകൾ മാത്രം താമസിക്കുന്ന പയസ്റ്റൻ കോൺവെന്റിൽ എന്താണ് സംഭവിച്ചത്? നിങ്ങൾക്ക് എന്ത് വേണം? മിയാ കുൽപ, മിയാ കുൽപ, മിയാ മാക്സിമ കുൽപ. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ഒരു കന്യാസ്ത്രീ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പിഴയ്ക്കരുത്. പിഴ ചെയ്താൽ അതിനുള്ള ശിക്ഷ ഭീകരമായിരിക്കും. യു ആർ എ നൺ, അൺഫിറ്റ് ടു ഫൈറ്റ്. എന്നെ പൊളി ചെയ്താൽ ശ്രമിക്കരുത് സിസ്റ്റർ. സിസ്റ്റർക്ക് ബുദ്ധി ഉണ്ടെന്ന് എനിക്കറിയാം. A word is enough for a wise man. So get away from me. സിസ്റ്റർക്ക് ബൈബിളിൽ ഒരു വാക്യം ഓർമ്മയില്ല. ഞാൻ അറിയാതെ ഭൂമിയിൽ ഒരു പുൽക്കൊടി പോലും കൊഴിയുന്നില്ല, ഒരു മഞ്ഞുതുള്ളി പോലും പൊഴിയുന്നില്ല. മറവിൽ നിന്ന് ചെയ്യുന്നത് പകലിലെന്ന പോലെ ഞാൻ കാണുന്നു. നിങ്ങൾക്ക് മറവായിരിക്കുന്ന ഒന്നും എനിക്ക് മറവാകുന്നില്ല. എല്ലാം ഞാൻ അറിയുന്നു, എല്ലാം ഞാൻ കാണുന്നു. മേലിൽ ഇത് ആവർത്തിക്കരുത്. May God bless you. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ, വിളക്കുകളെല്ലാം അണഞ്ഞു കഴിഞ്ഞപ്പോൾ, കർത്താവിന്റെ തിരുമണവാട്ടിമാർ മയങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ ആരാണ് ഉണർന്നെണീറ്റത്? ആരാണ് ഉറങ്ങാതിരുന്നത്?